ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്കാണ് നാം അടുത്തു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെയും അന്ത്യാത്താഴത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ദിവസങ്ങളാണ് ഇനി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ പോകുന്നത്. ഈ ദിവസങ്ങൾ തിരുവചന ധ്യാനത്തിന് വേണ്ടി നമ്മുടെ സമയം കൂടുതലായി നാം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം തിരുവചന ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് വെളിപാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യമാണ്. ഈ വാക്യം ഇപ്രകാരം പറയുന്നു: സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇടും. വെളിപാട് പുസ്തകം 4-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുമ്പോൾ സിംഹാസനം എന്ന വാക്ക് 15 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നതായി കാണാം. ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സിംഹാസനത്തിൻ്റെ അവതരണം, അതിന് ചുറ്റുമിരിക്കുന്ന ആളുകൾ, സിംഹാസനത്തിൻ്റെ ശക്തി, സിംഹാസനത്തിലിരിക്കുന്ന ദൈവം, ഇവയെല്ലാം നമുക്ക് ഈ അധ്യായത്തിലൂടെ കാണുവാൻ സാധിക്കും. സിംഹാസനം എന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിനെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, സിംഹാസനം എന്ന വാക്ക് പവറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരമോന്നത അധികാരത്തിനെയാണ് സിംഹാസനം എന്ന വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തെ കേന്ദ്രബിന്ദുവാക്കിയുള്ള ഒരു ക്രമമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ സൂര്യന് ചുറ്റും അതിൻ്റെ 8 പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിനെ കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു ക്രമമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മളുടെ എല്ലാ ജീവിതത്തിൽ ദൈവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിതമായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എപ്പോഴും ദൈവത്തിൽ കേന്ദ്രമാക്കിയുള്ളതായിരിക്കണം. സങ്കീർത്തനം 103-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം എല്ലാത്തിനെയും ഭരിക്കുന്നു. എന്നാൽ നാമോ എല്ലാ കാര്യത്തിൻ്റെയും കേന്ദ്രബിന്ദുവായി ദൈവത്തെ കാണാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തെ കേന്ദ്രബിന്ദുവായി കാണാറില്ല. നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മാധ്യമമായാണ് നാം ദൈവത്തെ കാണാറുള്ളത്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കും, അല്ലാത്തപ്പോൾ നാം ദൈവത്തെ ആശ്രയിക്കാറില്ല. നമ്മുടെ ക്രൈസിസുകൾക്ക് മാത്രമുള്ള ഒരു ഉപാധി മാത്രമാണ് നമുക്ക് ദൈവം. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടുള്ളതും ക്രിസ്തുവിൽ കേന്ദ്രമാക്കിയുള്ളതുമാകണം. ഈ സിംഹാസനത്തെ പറ്റി നമുക്ക് കൂടുതലായി പഠിക്കുമ്പോൾ സിംഹാസനത്തിന് ചുറ്റും 4 ജീവികളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ മുഖങ്ങൾ ഓരോന്നിനോട് നമുക്ക് ഉപമിക്കുകയാണെങ്കിൽ ആദ്യത്തെ ജീവിയുടെ മുഖം നമുക്ക് സിംഹത്തിൻ്റെ മുഖം പോലെയാണ്. രണ്ടാമത്തെ ജീവിയുടെ മുഖം പക്ഷിയുടെ പോലെയാണ്, കഴുകൻ്റെ പോലെയാണ് രണ്ടാമത്തെ ജീവിയുടെ മുഖം. മൂന്നാമത്തെ ജീവിയുടെ മുഖം വളർത്തുമൃഗമായ കാളയുടെ പോലെയാണ്. 4-ാമത്തെ മൃഗം മനുഷ്യൻ്റെ പോലെയാണ്. ഈ 4 ജീവികളും കൂടി ചേർന്ന് തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. 24 മണിക്കൂറും രാപ്പകൽ അവർ വിശ്രമം കൂടാതെ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം ഓശാന പെരുന്നാളിൽ കേട്ടതാണ്, നമ്മുടെ കർത്താവിനെ പിഞ്ചു കിടാങ്ങൾ പോലും സൈത്യം കൊമ്പുകൾ ഏന്തിക്കൊണ്ട് പാടുകമുണ്ട്, ഓശന പാടി സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഈ 4 ജീവികൾ തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് നമുക്ക് സിംഹാസനത്തിൽ കാണുവാൻ സാധിക്കുന്നത് 23 മൂപ്പന്മാരെയാണ്. ഈ മൂപ്പന്മാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ഇവർ കിരീടങ്ങൾ ധരിച്ചവരാണ്. ഇവർ സിംഹാസനത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ തങ്ങളുടെ അധികാരത്തിൻ്റെതായ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ അയച്ചിടുന്നു. നാം എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മളുടെ അധികാരങ്ങളൊന്നും നമ്മൾക്ക് ദൈവത്തിന് മുന്നിലില്ല. നമ്മളുടെ അധികാരങ്ങളെല്ലാം തന്നെ നാം ദൈവത്തിന് മുന്നിൽ അയച്ചിടണം. ഇവിടെ ഈ മൂപ്പന്മാർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. പക്ഷെ അവർ ദൈവം മുമ്പാകെ എത്തുമ്പോൾ, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ എത്തുമ്പോൾ തങ്ങളുടെ അധികാരങ്ങളുടെ പ്രതീകമായ കിരീടങ്ങൾ അയച്ചിടുന്നു. തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ അയച്ചിടുമ്പോൾ അവർ തങ്ങളുടെ എല്ലാ സൃഷ്ടിയുടെയും സൃഷ്ടാവ് ദൈവമാണെന്ന് അവർ കരുതുന്നു. നമുക്ക്
ചുറ്റും ദുഷ്കർമ്മികൾ പോർ വിളിക്കുമ്പോൾ, നമുക്ക് ചുറ്റും വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് നാം ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ നമ്മളുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്, അല്ലേ? അപ്പോൾ നമ്മളുടെ ഇടവകയുടെ പേര് പോലും ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും ദുർശക്തികൾ പോർ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ വയ്യാത്ത വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴോ ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. അപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ സുരക്ഷിതരാണ്. ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം ഒരുങ്ങിയിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം. ഇതിനായി നമുക്കെല്ലാവർക്കും തയ്യാറാവാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മയുടെ ഉറവിടവും ഉൽപ്പത്തി സ്ഥാനവുമായ ദൈവമേ, അവിടുത്തെ രാജ്യത്തിൻ്റെ വരവിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുവാനും അതിനായി മറ്റുള്ളവരെ ഒരുക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പീഡാനുഭവത്തിൽ അങ്ങയെ അറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.